ഹലോ, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറി റെസിപ്പി നോക്കാം. ആദ്യം തന്നെ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുകും ഉലുവയും ചേർക്കാം. ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 10 ഉള്ളി, ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്, ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 4 പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് പതിയെ വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് ഫിഷ് മസാല, ഒരു 2 സ്പൂൺ ഫിഷ് മസാല കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുടമ്പുളിയും കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര ഒരു ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് കുറച്ച് വേപ്പിലയും അതുപോലെ കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എത്രയെന്ന് വെച്ചാൽ ഓരോരുത്തരും ഇതനുസരിച്ച് നമുക്ക് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫിഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് അധികം ഇളക്കാൻ പാടില്ല. ജസ്റ്റ് നമുക്ക് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം നല്ല രീതിയിലൊന്ന് സോക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ കറി റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.